കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ആദ്യകാലത്തെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. തുടർന്ന് മണ്ഡല പുനർനിർണയം വന്നപ്പോൾ തളിപ്പറമ്പ് കണ്ണൂർ ലോക്സഭയിലേക്ക് പോവുകയും പുതുതായി രൂപവൽക്കരിച്ച കല്യാശ്ശേരി കാസർഗോഡിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും ശക്തമായ 3 ഇടതുകോട്ടയെടുത്താൽ അതിലൊന്ന് കാസർഗോഡാണ്. 2019 തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ നടന്നത്. INCയുടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കഴിഞ്ഞ തവണ ഇവിടെ വിജയിച്ചത്. 35 വർഷമായി LDF കാത്തു സൂക്ഷിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ UDF പിടിച്ചെടുത്തത്. 1998 മുതൽ 1 ലക്ഷത്തിൽ മേൽ വോട്ട് കൃത്യമായി BJPക്ക് കിട്ടാറുണ്ട്. 2014ലും 2019ലും BJPക്ക് വോട്ട് വിഹിതം കൂട്ടാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും വോട്ട് വിഹിതം കൂടുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് UDF ഇറക്കുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാനായി LDFന് വേണ്ടി MP ബാലകൃഷ്ണനാണ് രംഗത്തുള്ളത്. ML അശ്വിനിയാണ് ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥി. ഇടതും വലതും തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരിക്കും കാസർഗോഡ് നടക്കുക. BJPയും വോട്ട് വർദ്ധിപ്പിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ്. കാസർഗോഡ് ഇത്തവണ ആരുടെ ഒപ്പം എന്ന കാത്തിരിപ്പിലാണ് ജനങ്ങൾ.